പെരുമഴയിൽ തകർന്ന നടപ്പാലത്തിന് മുകളിലൂടെ സാഹസിക യാത്ര നടത്തുകയാണ് ഒരുപറ്റം വിദ്യാർത്ഥികൾ. രാജകുമാരി, കുളപ്പാറച്ചാൽ, തേവർകാട്ടുപടി ഭാഗത്തുള്ള വിദ്യാർത്ഥികളാണ് ദുരിതയാത്ര നടത്തുന്നത്. പന്നിയാർ പുഴയ്ക്ക് കുറുകെയുള്ള പാലം കഴിഞ്ഞ നവംബറിലെ മലവെള്ളപ്പാച്ചിലിലാണ് ഒലിച്ചുപോയത്. രാജകുമാരി, സേനാപതി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നടപ്പാലം പ്രളയത്തിൽ ഒലിച്ചുപോയതോടെയാണ് വിദ്യാർത്ഥികളും പ്രദേശവാസികളും ദുരിതത്തിലായത്. കുളപ്പാറച്ചാൽ, തേവർകാട്ടുപടി ഭാഗത്തുള്ള നിരവധി വിദ്യാർത്ഥികൾ ഇതുവഴിയാണ് സേനാപതി സ്കൂളിലേക്ക് എത്തിയിരുന്നത്. കഴിഞ്ഞ നവംബർ 5-ാം തീയതി പേത്തൊട്ടിയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ മലവെള്ളം ഒഴുകിയെത്തിയാണ് പാലം തകർന്നത്. പാലത്തിന്റെ 3 തൂണുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. പന്നിയാർ പുഴയിൽ വീണുകിടക്കുന്ന പാലത്തിന്റെ അവശിഷ്ടങ്ങളിലൂടെയാണ് വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുന്നത്. പുഴയിൽ വെള്ളമുയർന്നാൽ കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കണം. പിന്നെ രാവിലെയൊക്കെ സ്കൂളിൽ പോയിട്ടിരുന്ന പാലത്തിൽ കൂടെ ആയിരുന്നു. ഒരു 8:30 ആകുമ്പോൾ പോയാൽ മതിയായിരുന്നു. ഇപ്പം എത്ര ഒരു 9 മണി 9:30 ആകുമ്പോൾ ബസ്സിന് കറങ്ങി 27 കിലോമീറ്ററൊക്കെ കറങ്ങി പോകേണ്ട അവസ്ഥയാണ്. ഇപ്പോൾ രാവിലെയൊക്കെ സ്പെഷ്യൽ ക്ലാസ് ഉള്ളതുകൊണ്ട് നേരത്തെ വേണമായിരുന്നു. ഒരു 15 മിനിറ്റൊക്കെ മതിയായിരുന്നു അപ്പുറം ചെല്ലാം. തൊട്ടപ്പുറം മതി സ്കൂള്. അപ്പോൾ ഇപ്പോഴൊക്കെ പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. പാലം പോയ കൂടെ തന്നെ ഇടയ്ക്ക് വെള്ളം കയറുമ്പോൾ പാലം മുങ്ങും. പിന്നെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ബസ് കയറി തന്നെ പോകണം. പിന്നെ ഇടയ്ക്ക് കുഴപ്പമില്ല, എന്നാലും അവിടെ സൈഡിൽ കൂടെ കാണി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കാണി ഉള്ളതുകൊണ്ട് കാലെ കുത്തി കയറും എന്നുള്ള പേടിയുണ്ടായിരുന്നു. എൻ്റെ കുത്തിയായിരുന്നു. കാലെ കുത്തി കയറിയിട്ട് ആശുപത്രി പോയി ടീറ്റൊക്കെ എടുത്ത് സ്കൂളിൽ പോയത് കാര്യം പറയും. തോട്ടം തൊഴിലാളികൾ ഉൾപ്പെടെ നിരവധി നാട്ടുകാർ ആശ്രയിക്കുന്ന പാലമാണിത്. 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ പോകേണ്ട സ്ഥലത്താണ് ഈ 10 കിലോമീറ്റർ മുകളിൽ ചുറ്റി സഞ്ചരിച്ച് പോകേണ്ടത്. പിള്ളേർ രാവിലെ തന്നെ ഒരുക്കി വിടേണ്ടി വരും. വയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ കാരണവന്മാർ വളരെയധികം ത്യാഗപൂർണമായ രീതിയിൽ പാലത്തിനെ കടത്തി അക്കരെ സ്കൂളിൽ കടത്തി വിടുന്നു. തിരിച്ചു വരുന്ന സമയത്തും അവർ കാത്തിരുന്ന് വേണം ഈ പിള്ളേരെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ഡാം തുറന്നു വിടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂൾ ബസ്സിനെ തന്നെ ആശ്രയിക്കുക. ഇത്രയും ഭീമമായ ഒരു തുക മാസം ബസ് ഫീസും കൊടുത്ത് വേണം. ഈ വളരെ പാവപ്പെട്ട വിദ്യാർത്ഥികളൊക്കെയും സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഇത്രയും പൈസ കൊടുത്തു വേണം ഈ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുവാനായിട്ട്. കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട സാഹചര്യത്തിൽ അടിയന്തരമായി പാലം പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം.